നമസ്കാരം. ദ തിമോത്തി ഇനിഷ്യേറ്റീവ് TTI എന്നുള്ള അമേരിക്കൻ സംഘടന, അമേരിക്കയിലാണ് അവരുടെ ആസ്ഥാനം. അത്തരത്തിലുള്ളൊരു ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനം മാത്രം സ്വന്തം ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന പ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടന ഭാരതത്തിൽ നടത്തിയ മിഷണറി പ്രവർത്തനങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. കാരണം 95 കോടി രൂപയോളം മാവോയിസ്റ്റുകൾക്ക് സംഭാവന ചെയ്യുവാൻ വേണ്ടി അമേരിക്കൻ ഡെബിറ്റ് കാർഡുകളിലൂടെ പിൻവലിച്ച് ഭാരതത്തിൽ വിനിയോഗിച്ച ആ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഒരു സാമൂഹ്യ സേവന മനോഭാവത്തെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ, അതിൽ 6 പേർ ഇപ്പോൾ UAPA ചുമത്തപ്പെട്ട് അറസ്റ്റിലായ വിവരങ്ങളും എല്ലാം തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പുതിയ അറിവാണോ ഇത് എന്ന് ചോദിച്ചാൽ അല്ല. കാരണം മദർ തെരേസ എന്ന പേരിൽ അറിയപ്പെടുന്ന തെരേസയുടെ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾ, മദർ തെരേസ മാവോയിസ്റ്റുകൾക്ക് നേരിട്ട് സംഭാവനകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ആതുര സേവനം എന്നുള്ള പേരിൽ മതപരിവർത്തനമാണ് താൻ നടത്തുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു വ്യക്തിയെ ഭാരതത്തിൻ്റെ പരമോന്നത ബഹുമതികൾ പലതും നൽകി ആദരിക്കുവാനുള്ള ഒരു തരത്തിലേക്ക് അവരുടെ സ്വാധീനം ഭരണകേന്ദ്രങ്ങളിൽ വർദ്ധിച്ചിരുന്നു എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വേണം ഇത്തരം മിഷണറി പ്രവർത്തനങ്ങളെ നാം ഒന്ന് പുനരവലോകനം ചെയ്യാൻ. ഏത് തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങളുമാകട്ടെ, അടിസ്ഥാനപരമായിട്ട് ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തെ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചാൽ അതിനെതിരെ പാതിരിമാർ നടു റോഡിൽ കിടന്ന് പൊട്ടിത്തെറിക്കും. ഈ സംഭവങ്ങൾ പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും പല സമയങ്ങളിൽ കേരളീയ സമൂഹമെങ്കിലും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു അനുഭവം കേരളീയ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇത്തരത്തിലുള്ള പാതിരിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കണ്ടിട്ടുള്ളത് നമ്മുടെ എല്ലാം തലമുറകളായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷണറി പ്രവർത്തനത്തെ ഒരു എതിർപ്പിൻ്റെ കണ്ണിലൂടെ അല്ലാതെ കുറച്ചൊരു വിശകലന മനോഭാവത്തോടു കൂടി തന്നെ നാം സമീപിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഈ മിഷണറി പ്രവർത്തനം എന്നുള്ളത് മതപരിവർത്തനം മാത്രമാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മതത്തിലോ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലോ വലിയ ഭക്തിയാണ്, മറ്റുള്ളവരും ആ ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് യഥാർത്ഥ ആത്മീയതയിൽ ഉൾക്കൊണ്ട അത്തരത്തിലൊരു മതപരിവർത്തന ചിന്ത, യഥാർത്ഥ ആത്മീയതയിൽ മതപരിവർത്തന ചിന്ത ഒരിക്കലും വരില്ല എന്നുള്ളത് ഒരു സത്യം. ആ സത്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ സെമറ്റിക് മതങ്ങളുടെ ഒരു ഘടകം ഉൾക്കൊള്ളുകയാണ്. മതപരിവർത്തനം എന്നുള്ളൊരു ഘടകത്തിലേക്ക് ഞാൻ തിരിയുന്നു എന്ന് കരുതുക. മറ്റുള്ളവരോട് ഞാൻ എൻ്റെ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്നു, ഉദ്ബോധനം നടത്തുന്നു. അവരതിന് അത്തരത്തിലുള്ളൊരു മതത്തിനെ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ പാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിയേണ്ടതാണ്. യഥാർത്ഥ മതപരിവർത്തനം, ആത്മീയതയിൽ ഊന്നിയ ഒരു മതപരിവർത്തനമാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ പിന്നീട് ഇത്തരത്തിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് രാഷ്ട്രീയത്തിലും സമൂഹത്തിൻ്റെ ഇടയിലും ഒരു സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു രാഷ്ട്രത്തിനും ഒരു രാജ്യത്തിനും ഒരു സമൂഹത്തിൻ്റെ ഘടനയ്ക്കും തന്നെ ഞാൻ ആപത്തായിട്ട് മാറുന്നത്. മദർ തെരേസ എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി തുടങ്ങി ഇന്ന് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് വരെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാർ അത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ നമ്മുടെ ഭാരതീയ സമൂഹത്തിനുള്ളിൽ കാലാകാലങ്ങളായി ചെയ്തു വെച്ചിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. നിരവധി ഘടകങ്ങളായി വേർതിരിഞ്ഞ് പല അവാന്തര വിഭാഗങ്ങളായി പ്രവർത്തിച്ച് ഇവ തമ്മിലൊന്നും പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ പ്രവർത്തിച്ച്, സത്യത്തിൽ അവർ തമ്മിൽ ബന്ധവുമില്ല. കാരണം ഈ തിമോത്തി ഇനിഷ്യേറ്റീവും മദർ തെരേസയുടെ സ്ഥാപനവുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. തമ്മിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പേപ്പർ ട്രെയിൽ എന്ന് പറയുമല്ലോ, കടലാസിൽ പോലും യാതൊരു ബന്ധവും കാണില്ല. പക്ഷേ ഇവരുടെ എല്ലാം ലക്ഷ്യവും പ്രവർത്തനവും ഒരേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. സംഘടിതമായ ഒരു ശക്തിയായി ഒരു സമൂഹത്തെ, അതായത് രാഷ്ട്രീയമായും സാമൂഹികമായും വിലപേശുവാനുള്ള ശക്തിയായി ഒരു സമൂഹത്തെ സംഘടിപ്പിച്ച് നിർത്തുക. അത് എന്തിൻ്റെ പേരിൽ? മതത്തിൻ്റെ പേരിൽ. ഈ സാമൂഹികമായും ഒരു ആശയപരമായും ഒരു സംഘടന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹം ഒന്നിക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിനും നല്ല കാര്യമല്ലത്. എല്ലാ തലത്തിലും ഒരു ദേശത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിന് നേരിടേണ്ടി വന്ന ഒരു അഴിമതിക്കെതിരെയോ അല്ലെങ്കിൽ അനീതിക്കെതിരെയോ അവർ സംഘടിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അത്
തൊട്ട് തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാം തലയ്ക്ക് മുകളിലിരിക്കുന്ന പാതിരിമാരോ ഏതെങ്കിലും മതപുരോഹിതന്മാരോ പറയുന്നതാണ് അവർ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന ആശയമെന്ന തലത്തിലേക്ക് അവരുടെ ചിന്താരീതികൾ പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ മതത്തിനൊപ്പം ഇവർ പരിവർത്തനം ചെയ്യുന്നത് ആ ചിന്താരീതികൾ കൂടിയാണ്, അല്ലെങ്കിൽ ചിന്താശേഷി കൂടിയാണ്. പാതിരിമാർ പറയുന്നതനുസരിച്ച് അവർ പറയുന്ന പാതയിൽ മാത്രം കണ്ണുകെട്ടി സഞ്ചരിക്കുന്ന കുഞ്ഞാടുകളായി ഈ മതപരിവർത്തിതർ മാറുമ്പോൾ, പരിവർത്തനം ചെയ്യപ്പെട്ടവർ മാറുമ്പോൾ അവരുടെ മനസ്സ് കൂടിയാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. ആ മനസ്സുകൾ പലപ്പോഴും പരിവർത്തനം ചെയ്യപ്പെടുന്നത് രാജ്യത്തിനെതിരെയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണവും തെളിവുമാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ്. രാജ്യവിരുദ്ധരായ ഭീകരവാദികളായ മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത്, ക്രിസ്ത്യൻ മിഷണറിമാർ മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് പുതിയ കാര്യമല്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഇതൊരു അല്പം വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. ആശ്രാം ബാപ്പു എന്നൊരു ഹൈന്ദവ സന്യാസി ഇപ്പോൾ ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. നമ്മുടെ നീതിന്യായ കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചതുകൊണ്ട് തന്നെ ഞാനും അദ്ദേഹത്തെ കുറ്റവാളിയായി തന്നെ കാണുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് കാലാകാലങ്ങളായി 60 വർഷങ്ങളോളമായി ആശ്രാം ബാപ്പു ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹം ജയിലിലാകുന്നത് വരെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന ആശ്രാം ബാപ്പു ഒരു സന്യാസിയായി കാണേണ്ട ഒരാളല്ല, കുറ്റവാളി തന്നെയാണ്. കാരണം അദ്ദേഹത്തെ ശിക്ഷിച്ചത് നമ്മുടെ ഭാരതീയ നിയമവ്യവസ്ഥയാണ്. പക്ഷേ പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരോപിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു വ്യാജ ആരോപണം കൊണ്ടുവരുവാൻ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രേരണയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാര്യമായ രീതിയിൽ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവരുടെ ഈ ഇത്തരത്തിലുള്ള സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു വിഘാതമായിരുന്നു ഈ ആശ്രാം ബാപ്പു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആരോപിക്കുക എന്നത്. ഈ ആശ്രാം ബാപ്പുവിനെ വിട്ടേക്കും, അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റവാളിയായി ജയിലിൽ കിടക്കുകയാണ്. മറ്റ് പല സന്യാസിമാർക്കെതിരെയും ഓരോ തവണയും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സന്യാസി പ്രസംഗിക്കുകയോ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തുകയോ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആ ഒരു സാഹചര്യം ഒന്ന് നിരീക്ഷിക്കുക, ആ സ്ഥിതിഗതികൾ എങ്ങനെ വികസിക്കുന്നു എന്ന് നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. മേലോട്ടമായി ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ സന്യാസിക്കെതിരെ, ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉടനെ ഉയർന്നു വരും, ഏതെങ്കിലും ഒരു തലത്തിൽ നിന്ന്. ഇവരുമായി, ക്രിസ്ത്യൻ മിഷണറിമാരുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും കാണില്ല ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക്. പ്രത്യക്ഷത്തിൽ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോയാൽ, പിന്നാമ്പുറത്തുള്ള കളികൾ അന്വേഷിച്ച് പോയാൽ ആ ബന്ധം വളരെ വ്യക്തമായി തെളിഞ്ഞു വരികയും ചെയ്യും. അത്തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വിദഗ്ധരാണ് ക്രിസ്ത്യൻ മിഷണറിമാരെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് ഭീകരവാദികളുമായിട്ട് അവരൊരു ബന്ധം സ്ഥാപിച്ച് വയ്ക്കുന്നതും ഇത്തരത്തിലുള്ള സന്യാസിമാരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മീയ പ്രവർത്തനങ്ങളെ, അവർക്ക് പ്രതിപ്രവർത്തനങ്ങളായി ഭവിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങളെ നേരിടുവാൻ വേണ്ടി കൂടിയാണ്. അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാലാകാലങ്ങളായി നടന്നിട്ടുമുണ്ട്. മാവോയിസ്റ്റുകൾ ഹിന്ദു സന്യാസിമാരെ, അല്ലെങ്കിൽ ഈ മതപരിവർത്തനം ഒഴിവാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തകരെ കൊലപ്പെടുത്തുകയും അപകടപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ. മാവോയിസ്റ്റുകളെ അമിത്ഷായുടെ നരേന്ദ്രമോദി സർക്കാർ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്നുള്ള പ്രതിജ്ഞയെടുത്ത് അത്തരത്തിൽ അവരെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന കാലം വരെ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ മാവോയിസ്റ്റുകൾ തുടർന്നിട്ടുണ്ട്, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? മാവോയിസ്റ്റുകൾക്ക് ഹൈന്ദവ സന്യാസിമാരുമായിട്ട് നേരിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം മാവോയിസ്റ്റുകളുടെ ഒരാശയത്തെയും അവർ പ്രത്യക്ഷമായി എതിർക്കുന്നില്ല. അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഞങ്ങൾക്ക് വിഷയമേ അല്ല, ഞങ്ങളുടെ വിഷയം ഈ മതപരിവർത്തനം മാത്രമാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരെ മാവോയിസ്റ്റുകൾ ആക്രമിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവരാർക്കെതിരെയാണോ പ്രവർത്തിക്കുന്നത് ആ വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ, ആ സംഘടനകൾ, ആ മതവിഭാഗം, അല്ലെങ്കിൽ മതപരിവർത്തന മിഷണറിമാർ, അവരെ കൊണ്ട് മാവോയിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഇല്ലാതായാൽ, അല്ലെങ്കിൽ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്നാൽ മാവോയിസ്റ്റുകൾക്കും അതിൻ്റെ നഷ്ടമുണ്ടാകും എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികളെ മാവോയിസ്റ്റുകൾ ലക്ഷ്യം വെച്ചിരുന്നതും അപകടപ്പെടുത്തിയിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ മാവോയിസ്റ്റുകൾക്കുള്ള ധനസഹായം എന്നുള്ളത് ഞെട്ടലോടെയാണ് ഭാരതത്തിൽ പലരും കേട്ടതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച്
വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രവർത്തന രീതികൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങളെ സംബന്ധിച്ച് കുറച്ചെങ്കിലും അറിവുള്ള മാധ്യമ പ്രവർത്തകർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകാത്തത് ഇതൊരു സാധാരണ വാർത്തയുടെ ഒരല്പം മുകളിലുള്ള വാർത്ത മാത്രമായി ഭവിച്ചത്. പക്ഷേ അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു വാർത്തയല്ല ഇത് എന്നുള്ളത് പ്രേക്ഷകരെ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ വരുമ്പോൾ ജോഷുവ പ്രൊജക്റ്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലാകാം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പുലർത്തുക, അറിയിക്കേണ്ട അന്വേഷണ ഏജൻസികളെ കൃത്യസമയത്ത് അറിയിക്കുക. കാരണം പ്രത്യക്ഷത്തിൽ വളരെ നിഷ്കളങ്കമായി എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന എന്നെ കർത്താവ് നോക്കിക്കൊള്ളും എന്ന പാട്ട് പാടി നിങ്ങളുടെ മുൻപിൽ വരുന്ന പാസ്റ്റർ ഒരുപക്ഷെ വലിയൊരു സംഘടനയുടെ, വലിയൊരു സംഘടനയുടെ ഗൂഢാലോചനകളുടെ ഒരു പ്രതിനിധി മാത്രമായിരിക്കാം. അത്തരത്തിലുള്ള പ്രതിനിധികൾ എല്ലാവരും അത്തരത്തിലുള്ള പ്രതിനിധികളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കാലം വല്ലാത്തൊരു കാലമാണ്. അത്തരത്തിലുള്ളൊരു സംശയത്തോടു കൂടി മാത്രമേ ഈ ഇത്തരക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക്, എനിക്ക് രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തോട് കൂറുണ്ടെങ്കിൽ, നമ്മുടെ വരും തലമുറയോട് കടപ്പാടുണ്ടെങ്കിൽ അത്തരത്തിൽ മാത്രമേ ഈ തിമോത്തി ഇനിഷ്യേറ്റീവിനെ മാത്രമല്ല ഏറ്റവും ചെറിയ വെള്ളയും ഇട്ട് വരുന്ന സാധാരണ ഒരു പാസ്റ്ററെ പോലും നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ദുഃഖകരമായൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള മതപരിവർത്തനങ്ങളെ തടയുവാനും ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ മറുപടികൾ നൽകുവാനും നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള യോജിപ്പ്, വിയോജിപ്പ് ഇവയെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി തീർച്ചയായും പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.